Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള കടല റോസ്റ്റ് ആണ് ട്ടോ. കുക്കറിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കടല റോസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കടല റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ കുക്കറിൽ അടുത്ത ദിവസം തന്നെ കടല റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ കടല കറിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിലുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കടല കറിയായിട്ടും ഉണ്ടാക്കാം, കടല റോസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കടല റോസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 3/4 കപ്പ് കടല ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർനൈറ്റ് സോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തെടുക്കുക. ഇത്രയും കടലയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ബാക്കി പറയുന്നത്. ഈ ഒരു വലിപ്പത്തിലുള്ള സവോള 2 എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പമല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ സവോളയാണ്, അതുകൊണ്ടാണ് 2 സവോള എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറിയ പീസ് മതി. വെളുത്തുള്ളി 4 അല്ലി എടുത്തിട്ടുണ്ട്. വലിയ അല്ലി ആയതുകൊണ്ട് 4 അല്ലി, ചെറിയ അല്ലി ആണെങ്കിൽ ഒരു 8 അല്ലി വരെ എടുക്കുക. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുത്തോളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിലാണ് നമ്മൾ കറി ചെയ്യുന്നതല്ലോ, അപ്പോൾ അതെല്ലാം ആദ്യം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ കടല നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തു. തക്കാളി ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. തീരെ ചെറിയ ക്യൂബ്സ് അല്ല, അത്യാവശ്യം വലിപ്പമുള്ള ക്യൂബ്സ് ആയിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ചതച്ചെടുക്കുക കേട്ടോ. പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. നമുക്കൊരു കുക്കർ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 4-5 ഗ്രാമ്പു, അതുപോലെ ഒരു പീസ് പട്ട, ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്താലും മതി. അതിപ്പോഴല്ല, നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമ്മുടെ സവാള ചേർക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് കുക്കായി പോകണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരു 2-2.5 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരും. ഇപ്പോൾ ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം സവോളയിലേക്ക്. അപ്പോൾ നമ്മൾ കടലയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക, ഉപ്പ് കുറച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. ഒരു 2 കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇതൊന്ന് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരുപാട് മല്ലിപ്പൊടി വേണ്ട. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിപ്പോൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊടികൾ കുക്ക് ചെയ്തെടുക്കുക. 1 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം കുക്കായി വരും. അപ്പോൾ വെളിച്ചെണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. പൊടികൾ കുക്കാവാൻ ആവശ്യമായ വെളിച്ചെണ്ണ നമ്മൾ ആദ്യമേ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ പൊടികൾ കറക്റ്റായിട്ട് കുക്കായി വരില്ല. ഇനിയിപ്പോൾ പൊടികളൊക്കെ കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കുക, ഇല്ലെങ്കിൽ തക്കാളി കുക്കായി കിട്ടാൻ സമയം കൂടുതലെടുക്കും. അപ്പോൾ തക്കാളി ഒന്ന് കുക്കായി വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തൊന്ന് തക്കാളി കുക്ക് ചെയ്തെടുക്കാം. ഞാൻ വളരെ ചെറിയ അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ വീണ്ടും ചെറിയ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം വെള്ളം ചേർത്ത് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക.
ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ കടലക്കറിയുടെ പരിപാടി വളരെ എളുപ്പമാണ് കേട്ടോ. ഈ ഒരു വഴറ്റിൽ മാത്രമേ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നതുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. തക്കാളി വല്ലാതെ ഉടഞ്ഞു പോകുമൊന്നും വേണ്ട. തക്കാളി ഉടഞ്ഞു പോലും നമ്മുടെ കടലയുടെ കൂടെ ചേർന്നിട്ട് ഉടഞ്ഞു വന്നോളും. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി. അപ്പോൾ തക്കാളിയിൽ നിന്ന് തൊലിയൊക്കെ വിട്ട് വരുന്നൊരു പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. കടലയ്ക്കും തക്കാളിക്കും ഒക്കെ ആവശ്യമായ ഉപ്പ്, നമ്മുടെ മസാലയ്ക്കൊക്കെ ആവശ്യമായ, നമ്മൾ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അതിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഈ മസാല സവോളയിലേക്ക് പിടിച്ചു വരണം. ആ രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. നിങ്ങൾക്ക് ഗ്രേവിയോടുകൂടിയാണ് വേണ്ടതെങ്കിൽ കുറച്ചധികം വെള്ളം ചേർക്കുക. റോസ്റ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക. ഞാനിപ്പോൾ ഒരു 3/4 കപ്പേ വെള്ളം ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ കടലയുടെ കുക്കിംഗ് ടൈം, എത്ര വിസിൽ വരുമ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള കടല കുക്കാവണതെന്നല്ലതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇപ്പോൾ ചില കടല 3 വിസിൽ വരുമ്പോൾ കുക്കായി കിട്ടും, ചില കടല 6 വിസിൽ വരുമ്പോൾ കുക്കായി കിട്ടും. അതൊക്കെ അനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. വേഗം കുക്കായി കിട്ടുന്ന കടലയാണെങ്കിൽ വെള്ളം കുറച്ച് ചേർക്കുക. കുറച്ചധികം സമയം എടുത്ത് കുക്കായി കിട്ടുന്ന കടലയാണെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ചേർത്തിരിക്കുന്ന വെള്ളം കടലയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ്. നിങ്ങൾ തുറന്നു കഴിഞ്ഞിട്ട് കടല കുക്കായിട്ടില്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി കടലയൊന്ന് 5 വിസിൽ വരുന്നത് വരെ, ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. കണ്ടോ, ഗ്രേവിയൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ട് കടലയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാര്യവും കൂടി ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ ഗരം മസാലപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ വേണമെങ്കിൽ 3/4 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക. ഈ ഗരം മസാലപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറാനാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തത്. അപ്പോൾ ഇതിൽ ചെറിയൊരളവിൽ വെള്ളമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ കടലക്കറി അല്ലെങ്കിൽ കടല റോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ കടല റോസ്റ്റ് റെഡിയാവും. ഇത് കടലക്കറി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പോ 3/4 കപ്പോ തിളച്ച വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയാവും. പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കടലക്കറി അല്ലെങ്കിൽ കടല റോസ്റ്റ്, കടലക്കറിയുടെ കാര്യമാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കടലക്കറി റെഡിയാവും. വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കടല റോസ്റ്റ് റെഡിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതുണ്ടോ, ഒരുപാട് വെള്ളമില്ല. നമ്മൾ ഇതുപോലെ മാറ്റുമ്പോൾ വേഗം തന്നെ ആ ഗ്രേവി ഒന്ന് വറ്റി വരും. പിന്നെ ഇത് ചൂട് മാറി വരുമ്പോൾ കടലയിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പൊതിഞ്ഞിരിക്കും കേട്ടോ. ചൂട് മാറിയിട്ട് കഴിക്കുകയാണ് എപ്പോഴും ടേസ്റ്റ്. ഇത് നമുക്ക് കടല റോസ്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ചോറിൻ്റെ കൂടെയാണോ ചപ്പാത്തിയുടെ കൂടെയാണോ അപ്പത്തിൻ്റെ കൂടെയാണോ കഴിച്ചത്, അല്ലെങ്കിൽ ഗ്രേവി ആയിട്ട് എടുത്തിട്ട് പുട്ടിൻ്റെ കൂടെയാണോ, ഏതിൻ്റെ കൂടെയാണ് കോമ്പിനേഷനായിട്ട് ഇഷ്ടപ്പെട്ടത് എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയോ എന്നും കൂടി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിത് റോസ്റ്റ് ആക്കി എടുക്കട്ടെ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.